ആകാശവാണി വാർത്താ വീക്ഷണം. സിനിമ ആഘോഷമാകുന്ന ഗോവ. തയ്യാറാക്കിയത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. അവതരണം കൃഷ്ണ പ്രകൃതി. ലോക ചരിത്രത്തിൽ ഗോവ എന്ന കൊച്ചു ഭൂപ്രദേശം എന്നും ആരെയും ഭ്രമിപ്പിച്ചിട്ടേയുള്ളൂ. അവിടം എന്നും ആഘോഷങ്ങളുടെയും മേളകളുടെയും പ്രിയപ്പെട്ട ഇടമായിരുന്നു. വർഷം മുഴുവൻ വിരുന്നെത്തുന്ന വിവിധ ഫെസ്റ്റിവലുകൾ ഗോവൻ തെരുവുകളെയും തീരങ്ങളെയും എന്നും ആമോദത്തിലാഴ്ത്തുന്നു. സൺബേൺ, ഷിഗ്മോ, ഗോവ കാർണിവൽ എന്നു തുടങ്ങി വർഷത്തിലെ 12 മാസവും ആഘോഷിക്കുന്നവരാണ് ഗോവൻ നിവാസികൾ. എന്നാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി വർഷത്തിന്റെ അവസാന മാസങ്ങൾ അവർക്ക് സിനിമ വിരുന്നെത്തുന്ന കാലമാണ്. അതികഠിനമായ വെയിലും മഴയും മാറി സുഖകരമായ കാലാവസ്ഥയുള്ള ഓരോ കലണ്ടർ വർഷാവസാനവും പറങ്കിമരങ്ങളാൽ അതിർത്തി മായ്ക്കപ്പെട്ട ഗോവൻ തീരങ്ങളിൽ സിനിമ വിരുന്നുവരുന്ന കാലമാണ്. ഗോവയുടെ പഞ്ചാര മണ്ണിലേക്ക് ചലിക്കുന്ന ചിത്രങ്ങളുടെ നിറങ്ങളും ശബ്ദവും വെളിച്ചവും ചേക്കേറുന്ന കാലം ഇഫി കാലം. കടൽ തീരങ്ങളും പഞ്ചാര മണ്ണിൽ പണിയുതിർക്കപ്പെട്ട രമ്യഹർമ്മ്യങ്ങളും ഗോവയെ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട പറുദീസയാക്കി മാറ്റുന്നു. വിസ്തീർണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനവും ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ 4ാമത്തെ സംസ്ഥാനവുമാണ് ഗോവ. പക്ഷേ സ്ഥലവ്യാപ്തിയുടെ തോതിൽ മാത്രമാവും ഇന്ത്യൻ ചരിത്രത്തിൽ ഗോവ അല്പം പിറകോട്ട് മാറി നിൽക്കുക. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പോർച്ചുഗീസ് വൈദേശികാധിപത്യത്തിന്റെ പ്രതാപകാലത്ത് അവരുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ പ്രിയ ഇടമായിരുന്നു ഈ കൊച്ചു ഭൂപ്രദേശം. 1961 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലേക്ക് ചേക്കേറപ്പെടുന്നതുവരെ ഏതാണ്ട് 450 വർഷത്തോളം ഗോവ പോർച്ചുഗീസ് കോളനിയായിരുന്നു. ഇത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം നീണ്ടുനിന്ന കോളനി കാലഘട്ടമായിരുന്നു. ഓൾഡ് ഗോവ കിഴക്കിലെ ലിസ്ബൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത് തന്നെ. ഗോവൻ തീരങ്ങളിൽ ഇന്നും ഉയർന്നു നിൽക്കുന്ന വെള്ളപൂശിയ പള്ളികൾ പഴയകാലത്തിന്റെ ആ പ്രതാപം വിളിച്ചോതുന്നവയാണ്. പോർച്ചുഗീസ് നാവിക തലവനായിരുന്ന അൽ ബുക്കർക്കിന്റെ കൊട്ടാരമടക്കമുള്ള കോട്ടകളും ജെസ്യൂട്ട് വാസ്തുവിദ്യയുടെ ദൃഷ്ടാന്തമായ കാസ പ്രൊഫസ ബോം ജീസസ് എന്ന കത്തീഡ്രലും ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. 2 പതിറ്റാണ്ടായി ഇഫി ഗോവയിലെ സ്ഥിരമായ വേദിയിലേക്ക് പറിച്ചു നടപ്പെട്ടിട്ട്. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേന്ദ്ര സർക്കാർ, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം, ഗോവൻ സർക്കാർ എന്നിവർ സംയുക്തമായാണ് ഈ സിനിമാ മാമാങ്കം സംഘടിപ്പിക്കുന്നത്. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മത്സര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ അംഗീകാരം ലഭിച്ച 44 അന്താരാഷ്ട്ര മേളകളിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഏക ചലച്ചിത്രമേളയാണ് ഇഫി. വിവിധ രാജ്യങ്ങളിലെ സിനിമാ സംസ്കാരങ്ങളെ അവരുടെ സാമൂഹികവും സാംസ്കാരികവുമായ ധാർമ്മികതയുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുന്നതിനും അംഗീകരിക്കുന്നതിനും വേദിയൊരുക്കുന്ന ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് 1952 തുടക്കം കുറിക്കുന്നത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രത്യേക താൽപര്യത്തിലാണ് മുംബൈയിൽ ഇഫിയുടെ പ്രാരംഭ രൂപത്തിന് തുടക്കം കുറിക്കുന്നത്. 1952 ഫെബ്രുവരി 21 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ആദ്യ IFFI ഉദ്ഘാടനം ചെയ്തത്. അമേരിക്ക ഉൾപ്പെടെ 23 രാജ്യങ്ങൾ പങ്കെടുത്ത ആ പതിപ്പിലെ ഇന്ത്യൻ എൻട്രികൾ ഹിന്ദി ചിത്രമായ ആവാര, തെലുങ്കു ചിത്രമായ പാതാള ഭൈരവി, മറാഠി ചിത്രമായ അമർ ഭൂപാലി, ബംഗാളി ചിത്രമായ ബബ്ല എന്നിവയായിരുന്നു. ബൈസിക്കിൾ തീവ്സ്, മിറക്കിൾ ഇൻ മിലാൻ, ഓപ്പൺ സിറ്റി തുടങ്ങിയ ക്ലാസിക്കുകൾ ഉൾപ്പെട്ടതായിരുന്നു പ്രഥമ ലോക പനോരമ. 1965 ജനുവരിയിലെ 3ാം പതിപ്പ് മുതലാണ് IFFI മത്സരാധിഷ്ഠിതമായി മാറുന്നത്. ഇന്ത്യൻ സിനിമയിലെ ഭീഷ്മാചാര്യൻ സാക്ഷാൽ സത്യജിത് റേ ആയിരുന്നു ചലച്ചിത്രമേളയുടെ അധ്യക്ഷൻ. വർഷങ്ങൾ പിന്നിട്ടതോടെ ഇഫി ഗോവ എന്നത് മേൽത്തരം സിനിമകൾ കാണികൾക്ക് വിളമ്പുന്ന ഒരു സ്വർണ്ണ തളികയായി വിലയിരുത്തപ്പെടാൻ തുടങ്ങി. ഗോവൻ ചലച്ചിത്രമേളയിൽ ഇടം പിടിക്കുക എന്നത് തങ്ങളുടെ സിനിമാ ജീവിതത്തിൽ പൊൻതൂവലായി ചലച്ചിത്ര പ്രവർത്തകർ പരിഗണിച്ചു തുടങ്ങി. ഫലമോ, ഓരോ പതിപ്പിലും മേൽത്തരം സിനിമകൾ കൊങ്കൺ തീരത്തെ ഈ കൊച്ചു ഭൂമിയിലേക്ക് ഒഴുകി. ഓരോ വർഷവും ലഭിക്കുന്ന എൻട്രികളുടെ എണ്ണം കൊണ്ടും കാണാനെത്തുന്നവരുടെ തിരക്കുകൊണ്ടും ചരിത്രം സൃഷ്ടിക്കുകയാണ് ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേള. മേളയുടെ 55ാം പതിപ്പായ ഇക്കുറിയും കഥ വ്യത്യസ്തമല്ല. ഈ മാസം 20 തുടക്കം കുറിച്ച അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്നലെ വൈകുന്നേരമാണ് കർട്ടൻ വീണത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 25% വർധന രേഖപ്പെടുത്തി ഈ വർഷം 6500-ലേറെ പ്രതിനിധികളാണ് രജിസ്റ്റർ ചെയ്തത്. ചലച്ചിത്ര പ്രേമികൾക്ക് മേള കൂടുതൽ പ്രാപ്യമാക്കുന്നതിനായി ഈ വർഷം 6-ലധികം പ്രദർശന സ്ക്രീനുകളും 45% കൂടുതൽ സ്ക്രീനിംഗ് തിയേറ്ററുകളും ഒരുക്കിയിരുന്നു.
ഇക്കുറി IFFI സംഘടിപ്പിച്ചത് യുവ ചലച്ചിത്ര പ്രവർത്തകരെ കേന്ദ്രീകരിച്ചാണ്. നാളെയുടെ സർഗാത്മക പ്രതിഭകൾ വിഭാഗത്തിൽ 1000-ലേറെ അപേക്ഷകളാണ് ഇത്തവണ ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഇത് 500ഓളം മാത്രമായിരുന്നു. ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 55ാമത് പതിപ്പിന് നവംബർ 20 വൈകിട്ട് 5 ഗോവയിലെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി സ്റ്റേഡിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങോടെയാണ് തുടക്കമായത്. പ്രശസ്ത സിനിമാ താരങ്ങളായ അഭിഷേക് ബാനർജിയും ഭൂമി പെട്നേക്കറും ഉദ്ഘാടന ചടങ്ങിന് ആതിഥേയത്വം വഹിച്ചു. IFFIയുടെ ചരിത്രത്തിലാദ്യമായി ഉദ്ഘാടന ചടങ്ങിൽ തത്സമയ ഇന്ത്യൻ ആംഗ്യഭാഷാ വ്യാഖ്യാനവും സജ്ജമാക്കിയിരുന്നു. വളർന്നുവരുന്ന പ്രതിഭകളെ ആദരിക്കുന്നതിനായി മികച്ച നവാഗത ഇന്ത്യൻ സംവിധായകൻ എന്ന വിഭാഗത്തിൽ ഈ വട്ടം പുതുതായി പുരസ്കാരം അവതരിപ്പിച്ചു. ക്യൂറേറ്റഡ് മാസ്റ്റർ ക്ലാസുകൾ, പാനൽ ചർച്ചകൾ, യുവ സൃഷ്ടാക്കൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ചലച്ചിത്ര പ്രദർശനങ്ങൾ എന്നിവയ്ക്കു പുറമെ സംഗീതം, നൃത്തം, സംവേദനാത്മക അനുഭവങ്ങൾ എന്നിവയിലൂടെ യുവാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇഫിയസ്റ്റ എന്ന പരിപാടിയും ഒരുക്കിയിരുന്നു. 101 രാജ്യങ്ങളിൽ നിന്ന് 1676 എൻട്രികൾ ഇത്തവണ ലഭിച്ചു എന്നത് മേളയുടെ വളരുന്ന അന്താരാഷ്ട്ര സ്വീകാര്യതയുടെ തെളിവാണ്. 16 ലോക പ്രീമിയറുകൾ, 3 ഇന്റർനാഷണൽ പ്രീമിയറുകൾ, 43 ഏഷ്യൻ പ്രീമിയറുകൾ, 109 ഇന്ത്യൻ പ്രീമിയറുകൾ എന്നിവയുൾപ്പെടെ 81 രാജ്യങ്ങളിൽ നിന്നുള്ള 180-ലധികം സിനിമകളാണ് മേളയുടെ ഭാഗമായി സ്ക്രീനിലെത്തിയത്. 2024 മേളയിലെ കൺട്രി ഓഫ് ഫോക്കസ് ഓസ്ട്രേലിയയായിരുന്നു. അതിനാൽ തന്നെ പ്രമുഖ ബ്രിട്ടീഷ് പോപ്പ് സ്റ്റാർ റോബി വില്യംസിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന മൈക്കൽ ഗ്രേസി സംവിധാനം ചെയ്ത ഓസ്ട്രേലിയൻ ചലച്ചിത്രം ബെറ്റർ മാൻ ആയിരുന്നു ഇത്തവണത്തെ ഉദ്ഘാടന ചിത്രം. ആകർഷകമായ സാംസ്കാരിക പരിപാടികളുടെ പരമ്പരയിലൂടെ ഇന്ത്യയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നുള്ള നാടോടി ശാസ്ത്രീയ നൃത്തനൃത്യങ്ങൾ IFFI 2024 വിവിധ വേദികളിൽ ഇക്കുറി ഒരുക്കിയിരുന്നു. വൈവിധ്യമാർന്ന പ്രാദേശിക നൃത്തശൈലികളെ പ്രതിനിധീകരിച്ച് രാജ്യത്തുടനീളമുള്ള 110-ലധികം പ്രതിഭാധനരായ കലാകാരന്മാർ പരിപാടിയിൽ പങ്കെടുത്തു. സമഗ്ര സംഭാവനയ്ക്കുള്ള സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അസാധാരണമായ കഥപറച്ചിൽ രീതി കൊണ്ടും ഉദ്വേഗം നിറഞ്ഞ മുഹൂർത്തങ്ങൾ കൊണ്ടും സമ്പന്നമായ ചലച്ചിത്രങ്ങൾ ഒരുക്കുന്നതിൽ പ്രശസ്തനായ ഓസ്ട്രേലിയൻ സംവിധായകൻ ഫിലിപ്പ് നോയ്സിനാണ് സമ്മാനിച്ചത്. ലിത്വാനിയൻ ചിത്രം ടോക്സിക് ആണ് ഇക്കുറി സുവർണ മയൂരം പുരസ്കാരം നേടിയത്. ദ ന്യൂ ഇയർ ദാറ്റ് നെവർ ക്ലെയിം എന്ന ചിത്രത്തിലൂടെ റൊമാനിയൻ സംവിധായകൻ ബോഗ്ദാൻ മുറേസാനു മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടി. അന്തർദേശീയ മത്സര വിഭാഗത്തിൽ നിന്ന് ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരമാണിത്. സിനിമയുടെ അതിമനോഹരമായ നിർമ്മാണം, രൂപകൽപ്പന, പശ്ചാത്തലം, ആ കാലഘട്ടത്തെ ജീവസുറ്റതാക്കുന്ന അതിശയകരമായ പ്രകടനം എന്നിവ ജൂറി പ്രത്യേകം പ്രശംസിച്ചു. ഹോളി കൗ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഫ്രഞ്ച് നടൻ ക്ലെമൻ ഫാവോ മികച്ച അഭിനേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. ടോക്സിക് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വെസ്റ്റ മെറ്റുലൈറ്റയും ഇവ റുബകായിറ്റയും മികച്ച അഭിനേത്രിക്കുള്ള പുരസ്കാരം പങ്കിട്ടു. മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഫെമിലിയർ ടച്ചിലൂടെ അമേരിക്കൻ സംവിധായിക സാറ ഫ്രീഡ്ലാൻഡ് നേടി. ഫ്രഞ്ച് ടുണീഷ്യൻ നടൻ ആദം ബെസയ്ക്ക് ഹൂ ഡു ഐ ബിലോങ് ടു എന്ന ചിത്രത്തിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. മറാത്തി ചിത്രമായ ഖരത് ഗണപതി സംവിധാനം ചെയ്ത നവജോത് ബന്ദിവഡേക്കർ മികച്ച ഇന്ത്യൻ നവാഗത സംവിധായകനുള്ള പുരസ്കാരം നേടി. മറാത്തി വെബ് സീരീസ് ലംബൻ നൂവിനാണ് മികച്ച വെബ് സീരീസ് പുരസ്കാരം. കാലോചിതമായി പരിഷ്കരിക്കപ്പെടാത്ത ഏതു പ്രസ്ഥാനവും സമയത്തിന്റെ മുന്നോട്ടുള്ള ഒഴുക്കിൽ കടപുഴകി വീണ ചരിത്രമേയുള്ളൂ. ഇത്രയും കാലമായിട്ടും ഗോവൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ പേരും പെരുമയും കൂടുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം സിനിമയ്ക്കകത്തും പുറത്തുമുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് കാതോർക്കാനും അവയെ മേളയുടെ ഭാഗമാക്കാനും എന്നും ഇതിന്റെ നടത്തിപ്പുകാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. കോവിഡ് സംഹാര താണ്ഡവമാടിയ 2021 മേള ഹൈബ്രിഡ് മാതൃകയിൽ നടത്താനുള്ള തീരുമാനം, 54ാം പതിപ്പ് മുതൽ ഏർപ്പെടുത്തിയ മികച്ച വെബ് സീരീസ് അവാർഡ് എന്നിവ ഇവയിൽ ചിലതു മാത്രം. ഒരിക്കലെങ്കിലും ഇഫിക്ക് പോയിട്ടുള്ള ചലച്ചിത്ര പ്രേമികൾക്കറിയാം ഐനോക്സും പരിസര പ്രദേശങ്ങളും അവിടുത്തെ നിവാസികളും എത്ര സ്നേഹത്തോടെയാണ് നിങ്ങളെ ചേർത്തുപിടിക്കുക എന്നത്. ജാതിമത ഭാഷ ലിംഗ വ്യത്യാസങ്ങൾക്കപ്പുറം ഇവിടെ നിങ്ങൾ ഒന്നാവുകയാണ്. സിനിമ എന്ന കലയിലൂടെ ഓരോ ഇഫി കാലവും സിനിമ കണ്ട് മതിവരാത്ത മനുഷ്യരുടെ, അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ വിളമ്പാൻ അരയും തലയും മുറുക്കിയെത്തുന്ന ചലച്ചിത്ര പ്രവർത്തകരുടെ കൂട്ടായ്മയാണ്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.